നമസ്കാരം. ഞാനിൻ്റെ കൂടെ ചോദിക്കാൻ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ആര്യങ്കോട് ഗ്രാമപഞ്ചായത്തിലാണ്. ആര്യങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷങ്ങളിൽ ഒന്നാണ് സ്വന്തമായൊരു ശ്മശാനം വേണമെന്നുള്ളത്. എന്നാൽ യാഥാർത്ഥ്യമാകാതെ കിടക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് നമുക്ക് കണ്ടു മനസ്സിലാക്കാം, ചോദിച്ച് മനസ്സിലാക്കാം. ശ്മശാനം യാഥാർത്ഥ്യമാകുന്നില്ല എന്നുള്ളതാണ് പരാതി. അതെ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ശ്മശാന ഭൂമി ഇവിടെ ഉണ്ട്. ഭൂമിയുടെ സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടവും നിർമ്മിച്ചിട്ടുണ്ട്. കെട്ടിടം നിർമ്മിച്ചത് കാലഹരണപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ഇത് ഗ്യാസിൻ്റെ ആണോ ശ്മശാന ഭൂമി അതോ ഇലക്ട്രിക്കലാണോ എന്ന് അവർക്ക് പോലും, പഞ്ചായത്തിലുള്ള ഈ കെട്ടിവെച്ച് അവർക്ക് പോലും അധികൃതർക്ക് പോലും തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് യാഥാർത്ഥ്യമാവുമെന്ന് പോലും പഞ്ചായത്തിലുള്ളവർക്ക് സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലോട്ടാണ് ഇത് പോയോണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 6 മാസം കൂടി കഴിഞ്ഞാൽ പഞ്ചായത്തിന് ഒരു വിധത്തിലുള്ള തീരുമാനം എടുക്കാനുള്ള സമയവും ഇനിയില്ല. ഈ പഞ്ചായത്തിന് ഇത് നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസവും ഇല്ല. കാലാവധി കഴിയാറായി. ഇനി അവർക്ക് വോട്ട് കിട്ടുന്ന ഭാഗത്തോട്ട് ഓടിപ്പോകുന്ന പരിപാടിയല്ലാതെ വേറെ സംവിധാനങ്ങളിലോട്ട് അവർ 100% ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. ഇത് ഗതികെട്ട് പോകുമെന്നുള്ളതല്ല. ഈ ശ്മശാന ഭൂമി 24 ലക്ഷം രൂപയുടെ ഫണ്ടും വെറുതെ പോകുമെന്നുള്ളത് 100% ഉറപ്പായിട്ട് വരികയാണ്. ഇപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നശിച്ച് പോകാനല്ലാതെ വേറെ ഒരു വിധത്തിലുള്ള സംവിധാനവും കൊണ്ടുവരികയോ ഒന്നും ചെയ്യില്ല. 30 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ അടുത്ത് ഇതിൻ്റെ യന്ത്രങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. പൈസ വകയിരുത്തിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതല്ലാതെ യാതൊരുവിധ അറിയിപ്പോ ഒരു സംവിധാനമോ നമുക്ക് എത്തിയിട്ടില്ല. വെറുതെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടു അവരുടെ പങ്ക് പൈസയും വാങ്ങി അവർ പോവുകയും ചെയ്തു. അതാണ് യാഥാർത്ഥ്യം. കെട്ടിടം നശിച്ച് പൊളിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അകമെല്ലാം കാട് പിടിച്ച് വള്ളി കയറി നശിച്ചു പോകുന്ന ഒരവസ്ഥയിലോട്ട് പോവുകയാണ്. ഈ ആര്യങ്കോട് പഞ്ചായത്തിൽ ഈ മശാന ഭൂമി വാങ്ങിയെന്നറിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ടായിരുന്നു. കാരണം ഇവിടെ 4-5 കോളനിയോളം ഈ ആര്യങ്കോട് പഞ്ചായത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒന്ന് കാലായി നെയ്ത്ത് കോളനി, ഒന്ന് ആര്യങ്കോട് പോലീസ് സ്റ്റേഷൻ്റെ താഴെയുള്ള ഒരു കോളനി, വള്ളിച്ചിറ കോളനി, ഇങ്ങനെ ഫേസ് ചെയ്ത് 5 കോളനിയോളം ഉണ്ട്. അവരുടെയൊക്കെ ഒരു ചിരകാല സ്വപ്നമാണ് ഈ മശാനം അത് യാഥാർത്ഥ്യമാവുക എന്നുള്ളത്. പക്ഷേ ഈ കോളനികളിൽ താമസിക്കുന്നത് നമുക്കറിയാം, 3 സെൻറ്റ് സ്ഥലത്തിനകത്ത് താമസിക്കുന്ന അതിലടങ്ങുന്ന വീടാണ്. ഒതുങ്ങിയ ഒരു സാഹചര്യം, ഇടുങ്ങിയ ഒരു സാഹചര്യങ്ങളാണ്. അവിടെ ആരെങ്കിലും മരണപ്പെടുകയോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തൈക്കാട് മശാന ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ ഇവിടുന്ന് ആംബുലൻസും അതിനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത മിക്ക കുടുംബങ്ങളും താമസിക്കുന്ന ഒരു പ്രദേശമാണ് ആര്യങ്കോട് പഞ്ചായത്ത്. പക്ഷേ ഈ ഭരണസമിതിക്കെതിരെ പല പരാതികളുമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ, രാഷ്ട്രീയ ഒന്നും നോക്കാതെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ശക്തമായി പ്രതിഷേധമായിട്ട് മുമ്പോട്ടിറങ്ങുകയും കഴിഞ്ഞ മാസം പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം രേഖാമൂലം അവിടെ നിന്ന് ഞങ്ങൾ പരാതി കൊടുത്തതിന് അവിടുത്തെ സ്റ്റാഫിൻ്റെ വിളിച്ച് ചോദിച്ചു. സ്റ്റാഫ് ഉടനെ തന്നെ പരാതി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ പരാതിയുടെ പ്രിൻ്റ് എടുക്കുകയും അതിൽ രേഖാമൂലം എഴുതി സീൽ ചെയ്ത് ഞങ്ങൾക്ക് തരികയും ചെയ്തു. പക്ഷേ എന്നിട്ടും അത് ഉടനെ തന്നെ ഞങ്ങളുടെ ഫോൺ നമ്പരും വാങ്ങിയിട്ട് നിങ്ങളെ അറിയിക്കും, ഇന്ന ദിവസം ഇവിടെ വന്ന് സന്ദർശിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഉപയോഗശൂന്യമല്ലാത്ത രീതിയിൽ അനധികൃതമായിട്ടാണ് ഈ നിർമ്മാണ മേഖല ചെയ്തിരിക്കുന്നത്. കാരണം 24 ലക്ഷം രൂപയെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 1100 സ്ക്വയർ ഫീറ്റിനോളം വരത്തേ ഉള്ളൂ. അപ്പോൾ അത് ഈ ഫണ്ട് ഓരോ വർഷവും അടങ്കൽ തുകയെന്ന് എഴുതിയിട്ടിട്ട് നിർമ്മാണം കുറച്ച് മണ്ണ് എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ചിഹ്നിച്ചതറിയില്ല. കാട് കയറി ജനലും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അതിനകമെല്ലാം വെള്ളത്തിൻ്റെ ഈർപ്പം കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരുടെയും പോക്കറ്റിൽ നിന്നെടുത്ത് ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ അടയ്ക്കുന്ന നികുതി പണം അതിന് നീതി ലഭിക്കണം, അത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അതിന് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായിട്ട് നിരാകാര സമരവുമായിട്ട് പഞ്ചായത്ത് പടിക്കൽ അത് സമരപരിപാടിയുമായിട്ട് പോവും. ഇവിടുത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നത് വരെ അത് ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ശക്തമായി പറയുന്നത്. ഒറ്റ വാക്കിൽ ഞങ്ങൾ എല്ലാവരും അതിന് പിന്നിലുണ്ടാവും. ഞാൻ 2005, 2007 ഈ ആര്യങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പക്ഷെ അന്ന് ഉള്ളതെന്ന് പറയുന്നത് കേസ് പറയുക എന്നുള്ളതാണ് ഈ
ശ്മശാന ഭൂമിയെ പഞ്ചായത്തിൽ കേസ് പറഞ്ഞ് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അന്നത്തെ എൻ്റെ കർത്തവ്യമായിരുന്നു. അതിനനുസരിച്ച് ഹൈക്കോടതിയിലും മറ്റതുമെല്ലാം നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ മെമ്പറായിട്ടിരുന്ന 5 കൊല്ലം ഇരുന്നായിരുന്നു. ആ സമയത്താണ് കേസിന് വിധി നമുക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടാവുകയും അളന്ന് തിട്ടപ്പെടുത്തുന്നതിനൊക്കെ എൻ്റെയും നമ്മുടെ പാർട്ടിയുടെയും ഒക്കെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവപ്പെട്ട 2 സെൻറ്റ് 3 സെൻറ്റൊക്കെ ഉള്ളവർക്ക് അന്ന് അവരുടെ മരണപ്പെട്ടവരെയൊക്കെ അന്ത്യയാത്ര നടത്തുന്നതിനുള്ള ഒരു സൗകര്യം നമ്മുടെ ആര്യങ്കോട് ഗ്രാമപഞ്ചായത്തിന് ഇല്ലായിരുന്നു. ഇന്നുള്ള ഭരണ സംവിധാനം എന്ന് പറയുന്നത് ആര്യങ്കോട് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നതും LDF, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നതും LDF, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നതും LDF, സംസ്ഥാന ഗവൺമെൻറ് ഭരിക്കുന്നതും LDF ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ത്രിതല പഞ്ചായത്തുകളും MLAയും ഒക്കെ ഭരിക്കുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള ഒരു മശാന ഭൂമിയിൽ ഈ മശാനം ഉൾപ്പെടുത്താൻ വേണ്ടി യാതൊരു തടസ്സവും ഇതിലില്ല എന്നുള്ളതാണ്. ഫണ്ടിനായാലും ഏതൊരു കാര്യത്തിനും ഇതില്ല. പക്ഷേ ഇത് ഇവർ ഒരുമിച്ച് ഈ ആളുകളുടെ ആവശ്യത്തെ നിഷേധിക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് ഇവരുടെ ഈ പ്രവർത്തനം നീണ്ടുപോകുന്നത്. നമ്മുടെ ഏകദേശം 1 മാസം കഴിഞ്ഞു സെക്രട്ടറിയെ തടഞ്ഞു വെച്ചിട്ട്. അപ്പോൾ അയാൾ അവിടെ നിന്ന് പ്രിൻ്റ് എടുത്ത് എഴുതി നമ്മളെ തന്നിട്ട് പറഞ്ഞു 12-ാം തീയതി ഉറപ്പായിട്ട് ഇവിടെ സന്ദർശിച്ചിരിക്കും. സന്ദർശിച്ചിട്ട് അന്ന് തന്നെ നമ്മുടെ നമ്പർ വാങ്ങിയിട്ട് വിളിക്കും, അതിൻ്റെ എന്താണെന്ന് പറഞ്ഞാൽ ചെയ്യും. അപ്പോൾ അയാളോട് ഒരു ചോദ്യം ചോദിച്ചു. സാറിന് നമ്മൾ നേരത്തെ 2 സെക്രട്ടറിമാരിരുന്നപ്പോൾ പരാതി കൊടുത്തു. അടുത്ത് നമ്മളിവിടെ വന്ന് ചോദിക്കും, ആ സെക്രട്ടറി ഇവിടെ കാണില്ല, സെക്രട്ടറിയെ മാറ്റും എന്ന് പറഞ്ഞിട്ട് നിങ്ങളും ഇതുമായിട്ട് ഇറങ്ങിയാൽ നിങ്ങളെ മാറ്റും, അടുത്ത് നിങ്ങൾ 10 ദിവസം കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ നിങ്ങൾ മാറ്റും നമ്മളൊരു തമാശ രൂപത്തിൽ ചോദിച്ചെങ്കിലും അതുകൊണ്ട് ആളെ മാറ്റുമെന്നുള്ള പേടിയുണ്ടോ എന്തുകൊണ്ടാണെന്നറിയാം. അയാൾക്ക് ഇതുവരെ പഞ്ചായത്തിൻ്റെ ഇവിടെ നിന്ന് ഇതുവരെ വരാൻ വേണ്ടി ഒരു 5 കിലോമീറ്ററൊക്കെ വരുള്ളൂ. അയാൾക്ക് സ്വന്തം വാഹനത്തിലോ പഞ്ചായത്തിൻ്റെ വാഹനത്തിലോ ഏതിലോ ആണെങ്കിൽ വന്നിട്ട് പോകാമെന്നുള്ളതാണ്. ഇതുവരെ ഇവിടെ വരാനോ അതിനുള്ള താല്പര്യം കാണിച്ചില്ല. ഒന്നീ പഞ്ചായത്ത് ഭരണസമിതി പേടിച്ചിട്ട്, അല്ലെങ്കിൽ അയാളോട് കക്ഷി ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ വന്ന പുതിയ സെക്രട്ടറിയാണ്, ഒരു 2 മാസമേ വരുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയണം. അതിൻ്റെ ശക്തമായ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ പ്ലാനിങ്. അത് ഉറപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കും. ഈ മാർച്ച് 31 മുന്നേ ഇവിടം വരെ വരുന്നതിനുള്ള റോഡ് ബാക്കി ടാറിങ്ങും കൂടി ചെയ്യാമെന്നുള്ള 100% ഉറപ്പും അവർ പഞ്ചായത്തുകാർ പറഞ്ഞാണ് ഈ റോഡിൻ്റെ പണി തുടങ്ങുകയും പാവങ്ങളുടെ കണ്ടങ്ങളെല്ലാം വെറുതെ ഇടിച്ച് മാറ്റുകയും ചെയ്തു. റോഡിൻ്റെ പണി ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടുമില്ല. പഞ്ചായത്തിലെ ഉള്ള അധികൃതർ, പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ വന്ന് നോക്കാമെന്ന് റോഡിൻ്റെ കാര്യം കൂടെ അവർ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങേര് വന്ന് നോക്കാമെന്നും പറഞ്ഞു. ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല. റോഡെന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിന് ശ്മശാന ഭൂമിക്ക് വേണ്ടിയിട്ട് വെട്ടിയിട്ടുള്ള റോഡാണ്. ഈ 31 മുമ്പേ അവർ ടാർ ചെയ്ത് റെഡിയാക്കുമെന്ന് പറഞ്ഞു. ഒരു 6 മാസം കൊണ്ട് റോഡിൻ്റെ പണി ഇവിടെ നടന്നു വരികയാണ്. കുറച്ച് നിർമ്മാണ പ്രവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ടാറിങ്ങിൻ്റെ ഒരു പ്രവൃത്തി ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ മാർച്ച് 31 ഇന്ന് ആയിട്ടുമുണ്ട്. ടാറിങ് ഈ ഇടയ്ക്ക് നടക്കുമെന്നുള്ള, ഈ ഭരണസമിതിയിൽ നടക്കുമെന്ന് നമുക്കൊരു വിശ്വാസവുമില്ല. അത് കണ്ടങ്ങൾ അളന്ന് തിരിക്കുകയോ പാവങ്ങളുടെ വസ്തു തിരിച്ചു പിടിച്ചതിന് അവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു സഹായവും തിരിച്ചും ചെയ്തു കൊടുത്തിട്ടില്ല. ഒരു കണക്കിനും പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് നല്ലൊരു സ്ഥിതിവിശേഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ല. ഈ പൈസകളെല്ലാം വെറുതെ നശിച്ചു പോകാനുള്ളൊരു സംവിധാനത്തിലോട്ടാണ് പോകുന്നത്. ചേട്ടാ, ഈ വിഷയത്തിന് ഞാൻ എന്താണ് പറയുന്നത്? എൻ്റെ വാർഡാണിത്, ഞാൻ താമസിക്കുന്ന ഇവിടെ സാധാരണ പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ മരണം സംഭവിക്കുമ്പോൾ 2 സെൻറ്റ് 3 സെൻറ്റ് വസ്തുക്കളുള്ളവർ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഈ ആ കർമ്മം നടത്തേണ്ട ഒരു പരിസ്ഥിതിയാണ്. കാരണം അല്ലെങ്കിൽ വീട്ടിനകത്തെ ഇത് ചെയ്യാൻ കഴിയും, ഈ മറവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് ഒരു മാറ്റം വരണം. ഇതിന് വേണ്ടി 24 ലക്ഷം രൂപ മുടക്കിയിട്ട് വർഷങ്ങളായി. അപ്പോൾ അത് ഒരു പരിഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്കൊക്കെ മാനസികമായ വിഷമമുണ്ട്. അപ്പോൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ 2 സെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വിട്ടുമൂടാൻ കഴിയുന്നില്ല. അതിനൊരു മാർഗം അപ്പോൾ ഇനിയെങ്കിലും അവർ ചെയ്തില്ല എങ്കിൽ നമ്മളതിന് പ്രതിഷേധം രേഖപ്പെടുത്തും. ശക്തമായ ഉള്ള നിലപാട് തന്നെ, സമരത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 24 ലക്ഷം രൂപ വെറുതെ കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് പ്രയോജനം വരണം. അതുകൊണ്ട് ശക്തമായി നമ്മൾ മുമ്പോട്ട് പോകും, ശക്തമായി ഏർക്കും. അത് പ്രാബല്യത്തിൽ വരണം, ഇതിനൊരു മാറ്റവും വരണം. എത്രയും വേഗം ശ്മശാന യാഥാർത്ഥ്യമാകണം എന്നാണ്. എത്രയും നേരത്തെ ഉണ്ടാവണം. കാരണം ഇനിയൊരു കുടുംബത്തിന്, ഈ പ്രദേശത്തുള്ള ആൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരരുത്. അതിനുവേണ്ടി
നമ്മൾ ശക്തമായി തന്നെ മുമ്പോട്ട് പോകണം എന്നാണ് നമ്മളെ ആഗ്രഹം. ഇവിടെ പരിസരത്ത് താമസിക്കുന്ന ഒരു വീട്ടമ്മയാണ്. ഇത് കാട് പിടിച്ച് കിടക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് പറഞ്ഞു. എന്താണ് പറയാനുള്ളത്? ഞാൻ തന്നെ പഞ്ചായത്തിൽ ഒരു 30 പരാതി കൂടുതൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഈ നമ്മുടെ പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും ഒക്കെ കണ്ട് ഞാൻ ചോദിച്ചു, ഈ തൊഴിലുറപ്പ് തൊഴിലുറപ്പിൻ്റെ ഇതിൽ നമുക്കിവിടെ 6 കോടി രൂപ പ്രതിവർഷം ചെയ്യുന്നുണ്ടെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡൻറ്റും എൻ്റെ അടുത്ത്, വൈസ് പ്രസിഡൻറ്റും സെക്രട്ടറിയും പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു, ഈ കാട് നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിലൊന്നും കിടക്കാൻ നിവർത്തിയില്ല. ഒരു സമയമാകുമ്പോൾ ഭയങ്കര പുഴുവാണ്. ഹെൽത്തിൽ പരാതി, ഈ കാട്ടിൽ നിന്ന് ഇറങ്ങുന്ന തന്നെ പുഴു, പാമ്പ് ഇതെല്ലാം ഉണ്ട്. പറഞ്ഞപ്പോഴവർ പറയുന്നത് തൊഴിലുറപ്പിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്യേയില്ല. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു പോയാൽ ഈ സ്ഥലത്തിന്, ഈ ശ്മശാനത്തിന് വഴിയില്ല. യഥാർത്ഥത്തിൽ പ്രമാണത്തിൽ വഴിയുള്ള സ്ഥലമല്ല. ഞങ്ങളും മേരി മാതാ കോളേജിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിൽ ഇപ്പോൾ PRSകാരാണ് അതിൻ്റെ ഭരണസമിതി അംഗങ്ങൾ, അവരും കൂടി വഴി കൊടുത്തതാണ്. കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ സ്ഥലങ്ങൾ എടുക്കുന്നതിന് പകരം ഇവർ കെട്ടിത്തരണമെന്നുള്ളൊരു എഗ്രിമെൻ്റ് എഴുതിയിട്ടില്ല, വാക്കാല പറഞ്ഞാണ് ഞങ്ങൾ ആ സ്ഥലം കൊടുത്തത്. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ വഴി കൊടുത്തത് ഞങ്ങളുടെയാണ്. ഈ ശ്മശാനത്തിൽ വരാനുള്ള വഴി കൊടുത്തത് ഞങ്ങൾ 4-5 പേര് ചേർന്ന് കൊടുത്ത സ്ഥലമാണ്. ഈ ഞങ്ങളുടെ ആരെടുത്തും പറഞ്ഞതൊന്നും ചെയ്തിട്ടില്ല. അതിൽ ഒരാൾ CPM മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് ഒരാളുടെ സ്ഥലം മാത്രം, അതായത് ഈ റോഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല, തോട്ടിൻ്റെ മറു സൈഡ് അവർക്കൊരു 2 ലക്ഷം രൂപയ്ക്ക് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഫണ്ട് വരുമായിരിക്കും, അവർക്ക് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലം കൊടുത്ത ഞങ്ങൾക്കാർക്കും ആ സൈഡ് സ്ഥലം കൊടുത്ത് അവർക്കും കെട്ടിക്കൊടുത്ത്, വേറെ ഒരു 5 സെൻറ്റ് സ്ഥലം വരെ കൊടുത്തിട്ടാണ്. അയാൾക്ക് കെട്ടിക്കൊടുത്തിട്ടില്ല. എനിക്ക് പകുതി സ്ഥലം കെട്ടി തന്നിട്ടുണ്ട്, ബാക്കി കെട്ടി തന്നിട്ടില്ല. നിങ്ങൾക്ക് വരുമ്പോൾ നോക്കാം. പക്ഷേ ഞങ്ങൾ പറയുമ്പോൾ ഭരണസമിതി അംഗങ്ങളാണ്, ഞങ്ങൾ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങളാണ്. മഹേഷ് എന്ന് പറയുന്ന ഒരാൾ വന്നു പറഞ്ഞാൽ നിനക്ക് പോയി ചെയ്യാൻ പറ്റുമെന്നുള്ള ചെയ്തോ, ഞങ്ങൾ സ്ഥലം എടുത്തു കഴിഞ്ഞു, ഇനി നീയൊക്കെ എന്ത് ചെയ്യും? ഞങ്ങൾ ഈ സ്ഥലമൊന്നും ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. ഞങ്ങൾ വാക്കാല പറഞ്ഞു എന്നുള്ളതല്ലാതെ ഞങ്ങൾ ഈ വഴിക്ക് സ്ഥലം കൊടുത്തിട്ടില്ല. ഈ വഴിക്ക് വരാൻ വേണ്ടിയിട്ട് സ്ഥലവും വഴിയുമില്ല. ഇവിടെ സാമൂഹ്യ ശല്യമൊക്കെ ഉണ്ടാകും. എല്ലാവരും പറഞ്ഞോണ്ട് ഇപ്പോൾ ഒരു 5 മണിക്ക് ശേഷം ഇതിപ്പം പൊതുവഴിയാക്കിയത്, ഇപ്പം ഞങ്ങൾ വഴി വിട്ടു കൊടുത്തത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശല്യമായി. ഇതിപ്പോൾ പൊതുവഴിയായി. 5 മണിക്ക് ശേഷം 6 മണിക്ക് ശേഷം നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം കണ്ടല്ലോ, ഈ 10-12 ഏക്കർ സ്ഥലത്ത് വേറെ വീടുകളൊന്നുമില്ല. ഞങ്ങൾ 2 വീട്ടിലും ഈ 2 വീട്ടിലും പ്രായമായ ഒരു അപ്പൂപ്പൻ മാത്രമേ ഉള്ളൂ. അവരെടുത്ത് പറഞ്ഞിട്ട് അവർ പറയണത് നിങ്ങൾക്ക് എന്ത് കുഴപ്പം, അവിടെ കെട്ടിടം കെട്ടിയിട്ടിരിക്കും, ആളുകൾ വരും, ഇരിക്കും, പോകും, ഞങ്ങൾക്ക് എന്ത് പ്രശ്നം എന്നാണ് പഞ്ചായത്തുകാർ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റിനെയും എല്ലാവരെയും അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഒരു അയൽവാസി എന്ന നിലയിൽ? അയൽവാസി എന്നുള്ള നിലയിൽ ഇത് ഒന്നിൽ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഞങ്ങളുടെ എടുത്ത സ്ഥലങ്ങൾ തിരിച്ചു തന്നിട്ട് അവിടെ ഒരു ഗേറ്റ് ഇട്ട് അടയ്ക്കുക, അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആര്യങ്കോട് പഞ്ചായത്തിലെ കാലാൽ വാർഡിലെ സ്ഥിര താമസക്കാരനാണ്. എനിക്ക് 4 സെൻറ്റ് വസ്തുവേ ഉള്ളൂ, അതിനകത്താണ് ഒരു വീട്. എനിക്ക് 3 മക്കളും അടങ്ങിയ കുടുംബമാണ് എൻ്റെ കുടുംബം. ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നാലും ഇവിടെ ഇത് ശ്മശാന ഭൂമി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്കും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അല്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരത്ത് തൈക്കാടൊക്കെ കൊണ്ടുപോയി ദഹിപ്പിക്കേണ്ട സാഹചര്യമാണ് ഈ പ്രദേശത്ത് മൊത്തത്തിൽ നിലനിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ പഞ്ചായത്ത് ഭരണസമിതി ഇറങ്ങുന്നതിനും യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഞങ്ങളുടെ പൊതുവിലുള്ള വികാരം, പൊതുവിലുള്ള അഭിപ്രായം. എത്രയും പെട്ടെന്ന് ഇത് യാഥാർത്ഥ്യമാക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്.
അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ ആര്യങ്കോട് ജനതയുടെ ചിരകാല അഭിലാഷങ്ങളിലൊന്നായിരുന്നു സ്വന്തമായൊരു ശ്മശാനം വേണമെന്നുള്ളത്. നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ 4 വർഷമായിട്ടും യാഥാർത്ഥ്യമായിട്ടില്ല. എന്താണ് വിഷയമെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്തായിരുന്നു പ്രശ്നം? നിങ്ങളുടെ എന്താണ് വിഷയം? ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുമ്പോൾ, നമ്മുടെ ഈ ആര്യങ്കോട് പഞ്ചായത്തിനെ നമ്മൾ നോക്കുമ്പോൾ, പഞ്ചായത്തിലുള്ള താമസക്കാരെന്ന് പറയുമ്പോൾ വളരെ സാധുക്കളായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഒരു താമസിക്കുന്ന സ്ഥലം തന്നെ ഒരു 4 സെൻറ്റോ 5 സെൻറ്റ് വസ്തുവിലൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലുള്ള പ്രിയപ്പെട്ടവരാരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഒന്ന് ദഹിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ സംസ്കരിക്കുന്നതിന് അവരുടെ വീടുകളിൽ സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പേർക്ക് പ്രയോജനം ലഭിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഈ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ നടപ്പിലാക്കിയത്. 4 വർഷങ്ങൾക്ക് മുൻപ് 24 ലക്ഷം രൂപയോളം ഫണ്ട് വിനിയോഗിച്ച് ഇവിടെ ഈ ഒരു ബിൽഡിങ്ങൊക്കെ കെട്ടിപ്പോക്കി. തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഫണ്ട് വിനിയോഗിച്ച് മെഷീൻസൊക്കെ ഇറക്കി ഈ ശ്മശാനം പ്രവർത്തിപ്പിക്കും എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ 4 വർഷമായിട്ടും ഈ ബിൽഡിംഗ് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്ത് പറയുവാനുള്ളത്, കൃത്യമായിട്ട് ഇതിനകത്തൊരു ഫണ്ട് കൈക്കലാക്കുക അല്ലെങ്കിൽ ഇതിൽ നിന്ന് ലാഭം കൈപ്പറ്റുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെ മാത്രമാണ് ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിൽഡിംഗ് വെറുതെ നിർമ്മിച്ച് ഇട്ടിരിക്കേണ്ട ആവശ്യം ഇല്ല. നമുക്കറിയാം, ഈ ലൈഫ് ഭവന പദ്ധതി വഴി സാധുക്കൾക്ക് 4 ലക്ഷം രൂപയാണ് ഒരു വീടിന് വേണ്ടി ലഭിക്കുന്നത്. എന്നാൽ 24 ലക്ഷം രൂപയോളം വെറുതെ ഇവിടെ കിടക്കുകയാണ്. അതുമല്ല, 4 ലക്ഷം രൂപ അവർക്ക് വീടിന് വേണ്ടി ലഭിക്കണമെങ്കിൽ എത്രയോ ദിവസം പഞ്ചായത്തുകളിൽ കയറി ഇറങ്ങണം. ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അതിലൊരു സൈൻ ഇല്ലെങ്കിൽ അടുത്ത ദിവസം വരാൻ പറയും, അല്ലെങ്കിൽ ഇന്ന സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് മാസങ്ങളോളം അവർ പഞ്ചായത്തുകളിലും ഓഫീസുകളിലും കയറി ഇറങ്ങുമ്പോൾ 4 ലക്ഷം രൂപ ഗഡുക്കളായി ലഭിക്കുന്നു. എന്നാൽ 24 ലക്ഷം രൂപ വെറുതെ ഒറ്റയടിക്ക് ഇവിടെ വെറുതെ ഫണ്ട് വിനിയോഗിച്ച് ഇവിടെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇതൊരു ജനകീയ പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. സാധാരണ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമാണ്. ചിരകാലം എന്ന് പറയുന്നത്, പാവപ്പെട്ട ജനങ്ങളെ മരണപ്പെട്ടാൽ അവരെ അടക്കം ചെയ്യുന്നതിനുള്ള സൗകര്യപ്പെടുത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഏകദേശം 60 സെൻറ്റോളം വസ്തുവാണ് അന്ന് വാങ്ങിയത്. അന്ന് വാങ്ങിയെങ്കിലും യഥാർത്ഥ ഉടമസ്ഥ അവകാശം പഞ്ചായത്തിന് ലഭിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ ഏകദേശം 30 വർഷത്തോളം കേസ് പറയേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. ഏകദേശം ശ്മശാന ഭൂമിക്ക് ചെലവാക്കിയ തുകയേക്കാൾ ഉപരി കേസിൻ്റെ നടത്തിപ്പിന് വേണ്ടി ചിലവാക്കുകയുണ്ടായി പഞ്ചായത്തിൽ നിന്ന്. അങ്ങനെ തന്നെ പഞ്ചായത്തിൽ നിന്ന് നല്ലൊരു തുക ഇതിനു വേണ്ടി വിനിയോഗിക്കപ്പെട്ടു. അതിനുശേഷമാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും മറ്റും നമ്മുടെ ഈ വസ്തു ശ്മശാന ഭൂമിക്ക് വേണ്ടി വേർതിരിച്ച് കല്ലിട്ട് തന്നത്. ആ തന്നതിന് ശേഷം നേരത്തെ 30 ലക്ഷത്തോളം രൂപയാണ് ഒരു കെട്ടിടം വയ്ക്കുന്നതിലേക്ക് വേണ്ടി അനുവദിച്ചത്.
അത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു കെട്ടിട നിർമ്മാണമാണ്. കാരണം അതിൽ തന്നെ ഫർണസോ അല്ലെങ്കിൽ അതിനുള്ള അടക്കുന്നതിനുള്ള അടുപ്പോ മറ്റോ പുകക്കല്ലോ ഒന്നും തന്നെ ഇതിൽ നിർമ്മിച്ചിട്ടില്ല. കാരണം ഇനി അത് നിർമ്മിക്കുകയാണെങ്കിൽ ഈ കെട്ടിടത്തിന് കട്ട് ചെയ്ത് അതിന് തുറന്ന് പൊക്കത്തിൽ മാത്രമേ അവിടെ ഈ അടുപ്പോ മറ്റുള്ളതൊക്കെ സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അടുത്ത് MCFൻ്റെ ഏകദേശം ഒരു 20 ലക്ഷത്തോളം രൂപ ഇവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിടക്കുന്ന ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്ന ഈ വേസ്റ്റ് സാധനങ്ങൾ ഇടാനുള്ള ഒരു ഗോഡൗൺ കൂടി മാത്രമേ ഇവിടെ നിർമ്മിച്ചുള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു മശാന ഭൂമിയിൽ അങ്ങനെ ഒരു ഗോഡൗൺ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോഴത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഫണ്ടുകൾ ദുർവിനിയോഗം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ആ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചത്. ഈ സാധാരണ ജനങ്ങൾ പലരും ഇന്നും മുറ്റങ്ങളിലും അതുപോലെ അവരുടെ കോമ്പൗണ്ടുകളിലും അടക്കം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ ഇത്രയും വസ്തുവും കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും ഇങ്ങനെ ഒരു മശാനത്തിന് വേണ്ടിയുള്ള തുടർ നടപടികൾ സ്വീകരിക്കാത്ത പഞ്ചായത്ത് നടപടി ഒരു സാധാരണ ജനങ്ങൾക്കെതിരെയുള്ള ഒരു അനീതിയായിട്ടാണ് കാണുന്നത്. നമ്മൾ സാധാരണ കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഓരോ പഞ്ചായത്തിനും ഈ മശാന ഭൂമിക്ക് വേണ്ടി സ്ഥലം കണ്ടെത്തുക എന്നത് വലിയ റിസ്ക് പിടിച്ച സംഭവമാണ്. ഇത് ഏകദേശം 50 വർഷത്തോളം മുമ്പ് സ്ഥലം കണ്ടെത്തുകയും അതിൻ്റെ കേസൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഭൂമിയായി കിട്ടിയിട്ട് ഇവർ ഈ ഒരു വെറുതെ ഒരു കെട്ടിടം വെച്ചിട്ടതല്ലാതെ ഇതിനകത്ത് നമുക്ക് വന്ന ഏതൊരു സാധാരണക്കാർക്ക് നോക്കിയാൽ അറിയാവുന്നതാണ്. ഇതിനകത്ത് അതിനുള്ള ഏതൊരു സജ്ജീകരണവും ചെയ്തിട്ടില്ല. ഇവർ ആദ്യം പറഞ്ഞ് ഇലക്ട്രിക്കാണ് ചെയ്യുന്നത്. ഇലക്ട്രിക്കാണ് 3 ഫേസ്, ആർക്കും അറിയാൻ 3 ഫേസ് വേണം. ഇവിടെ ഈ 2 ഫേസ് സിംഗിൾ ഫേസ് പോലും ഇവിടെ കണക്ഷൻ വന്നിട്ടില്ല. അതിൻ്റെ അപ്പം കുറച്ച് താഴെ കൂടെ പോസ്റ്റ് പോയിട്ടുള്ളത്. വാട്ടർ കണക്ഷനോ വേറെ ഒരു സംവിധാനം വന്നിട്ട് ഇവിടെ സാധാരണ അതിൻ്റെ എയറും ഇതൊക്കെ പോകാൻ വേണ്ടിയുള്ള പൈപ്പിടാൻ അതിൻ്റെ സജ്ജീകരണ ഹോളൊക്കെ കെട്ടിയാണ്. ഇതിനകത്ത് അങ്ങനെ ഏതൊരു ആധുനികപരമായിട്ടുള്ള ഏതൊരു വർക്കും ചെയ്യാതെ ചുമ്മാ 24 ലക്ഷം രൂപ മുടക്കി ഒരു കെട്ടിടം 4 സൈഡ് ചുവര് കെട്ടി ഇട്ടിട്ടുള്ളതല്ലാതെ ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാം വേറെ ഇത് നാട്ടുകാർക്കോ ആർക്കും പ്രയോജനപ്പെടുന്ന രീതിക്കുള്ള ഒരു ഉത്തരവാദിത്വം ഒരാളെ ഈ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ സാധാരണക്കാരെ കബളിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് പഞ്ചായത്തിൽ സെക്രട്ടറിക്ക് പരാതി കൊടുക്കുകയും ബാക്കി നിവേദനങ്ങൾ കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഫണ്ട് ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഇനി അടുത്ത് ഇതിൻ്റെ മിഷൻസ് നമുക്കറിയാം ഓരോ വർഷം കഴിയുമ്പോൾ മിഷൻസിൻ്റെ ഇതൊക്കെ മാറി വരുന്നതാണ്. അപ്പോൾ അടുത്ത് കൊണ്ടുവരുന്ന ഈ കെട്ടിടത്തിനകത്ത് നിൽക്കുമോ ആ ഒരു ഇതുപോലും അറിയത്തില്ല. എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ യാതൊരു മുൻകരുതലും എടുക്കാതെ വെറുതെ ഒരു കെട്ടിടം പണിഞ്ഞു, ഇത് ഫണ്ട് വെട്ടിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെ ചെയ്തതാണ്. ഇതിനോട് ശക്തമായ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ ആഗ്രഹിച്ചിരിക്കുന്നത്. ചേട്ടാ, കെട്ടിടത്തിൻ്റെ അശാസ്ത്രീയത ചേട്ടൻ ചൂണ്ടിക്കാട്ടി, എന്താണ് പറയാനുള്ള ആവശ്യത്തിൽ? ഈ കെട്ടിടം മഴക്കാലത്ത് പൂർണ്ണമായി ചോർന്നൊലിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോഴും നല്ല ഉക്കലുണ്ട്. ഇത്രയും വേനലിൽ പോലും നല്ല ഉക്കൽ ഉള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഒന്നും ശരിയായിട്ടില്ല. നമുക്കൊരു കുടുംബമായിട്ട് വന്ന് നിന്ന് ഒരു 10-50 പേര് ഒരു ബോഡിയോട് വന്നാൽ എങ്ങനെ ഇവിടെ നിൽക്കും? ഇതൊരു അശാസ്ത്രീയമായുള്ള പരിപാടികളാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ എർത്ത് വർക്കും പൂർത്തിയാക്കി ഈ കാടും മാറ്റി ഈ കെട്ടിടത്തിന് തന്നെ സേഫ്റ്റി അല്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒരു ആംബുലൻസിന് കയറാനുള്ള ഒരു വഴി പോലും ഇവിടെ ഇല്ല. അതുകൊണ്ട് അടിയന്തരമായിട്ടും നല്ല രീതിയിൽ റോഡും വെട്ടി ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു ഏർപ്പാടുണ്ടാവണമെന്നാണ് ഈ ശ്മശാനത്തിനെ പറ്റി പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ശ്മശാനം വരണം. ഈ വർഷം തന്നെ പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ പ്രക്ഷോഭ സമരങ്ങളായി തന്നെ മുമ്പോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഈ ആര്യങ്കോട് പഞ്ചായത്ത് നിവാസികളുടെ ഒത്തിരി അവരുടെ അഭിപ്രായം മാനിച്ച് നമ്മൾ ഒത്തിരി പരാതികൾ ആര്യങ്കോട് ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ കൊടുത്തു. അതിലൊന്നും ഒരു പോംവഴിയും ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് സഹപ്രവർത്തകരൊക്കെ ആയിട്ട് കഴിഞ്ഞ മാസം ആര്യങ്കോട് പഞ്ചായത്തിലെ സെക്രട്ടറിയെ തടഞ്ഞു വെച്ചു. കാരണം ഈ ബിൽഡിംഗ് എന്തിനാണ് ഇത്തരത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ ആവശ്യമില്ലാതെ ഫണ്ട് വിനിയോഗിച്ച് ഈ ബിൽഡിംഗ് നശിക്കുന്നു എന്നതറിയാനായിട്ട് അവിടെ പോയി. അദ്ദേഹത്തെ തടഞ്ഞു വയ്ക്കുകയും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസം തന്നെ 12-ാം തീയതി ഞങ്ങളവിടെ പോകുന്നത് 3-ാം തീയതിയോ 4-ാം തീയതിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. 12-ാം തീയതി അദ്ദേഹം ഇവിടെ വന്ന് സ്ഥലം സന്ദർശിച്ച്
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട് കൊടുക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരികെ പോയത്. എന്നാൽ അദ്ദേഹം ഈ നിമിഷം വരെ ഇവിടെ വന്ന് സന്ദർശിക്കുവാനോ ആ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പോൾ ഇതിൽ ദുരൂഹതയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് ക്രമക്കേട് സംഭവിച്ചു എന്നാണോ ഇതിൽ പറയാം? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ എന്തിനാണ് സെക്രട്ടറി ഒരു ദിവസമെങ്കിലും ഈ ആര്യങ്കോട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു ശ്മശാനം. ഒരു ദിവസമെങ്കിലും അദ്ദേഹം വന്ന് നോക്കാൻ തയ്യാറായില്ല എങ്കിൽ അതിനകത്ത് ദുരൂഹതയാണ്. ഇവിടുത്തെ പഞ്ചായത്തിലെ ഭരണസമിതിയുമായി ഒത്തുചേർന്നുകൊണ്ടുള്ള വലിയൊരു നാടകം തന്നെ അവിടെ നടക്കുന്നു എന്നുള്ളതിനകത്ത് യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. ഈ നാടകം പൊളിക്കുവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് തുറക്കുന്നത് വരെ, ഈ ആര്യങ്കോട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നത് വരെ. കാരണം ഇവിടുത്തെ പഞ്ചായത്തിലെ ഞങ്ങളുടെ ഒക്കെ നികുതി പണം ഉപയോഗിച്ചാണ് ഇവിടെ ഈ ഒരു ബിൽഡിംഗ് വെച്ചത്. ഈ ബിൽഡിംഗ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് കയറി നോക്കിയാൽ അറിയാം, മൊത്തം വെള്ളം നനഞ്ഞ് ഊക്കി ഇപ്പോഴേ അത് പൊളിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇത് ഞങ്ങളുടെ കൂടെ തുകയാണ്. ഈ നാട്ടിലെ ഓരോരുത്തരുടെയും വിയർപ്പാണ് ഇവിടെ ഉള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ പോരാട്ടം ആരംഭിക്കും. അതിനകത്തൊന്നും യാതൊരു വിധമായിട്ടുള്ള മാറ്റവുമില്ല. ഇത് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പാണ്. ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹങ്ങളിലൊന്നാണ് തൻ്റെ അന്ത്യകർമ്മം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നടക്കണമെന്നുള്ളത്. അതിന് സാഹചര്യം ഒരുക്കി നൽകേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.